നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ PF നമ്മൾ കാശ് വിഡ്രോ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് TDS കട്ട് ചെയ്യാറുണ്ടല്ലോ, നമ്മുടെ ടാക്സ് കട്ട് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഈ ഫോം 15G അല്ലെങ്കിൽ H കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ PF എന്നൊക്കെ കാശ് വിഡ്രോ ചെയ്യുന്ന നേരത്ത് അപ്ലോഡ് ഫോം 15G എന്ന് കണ്ടില്ലേ, അപ്പോൾ ഇത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, നമുക്ക് ടാക്സ് കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പാൻ കാർഡ് കൊടുത്തിട്ടുണ്ട്, ഫോം 15G കൊടുത്തിട്ടില്ലെങ്കിൽ 10% ടാക്സ് കട്ട് ചെയ്യും. ഇനി നമ്മൾ പാൻ കാർഡും ഫോം 15Gയും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 30% ടാക്സ് കട്ട് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ഒരു കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ 5 കൊല്ലത്തിൽ സർവീസ് താഴെയാണ്, 50,000 രൂപയിൽ മുകളിലാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിലാണ് നമുക്ക് ഈ ടാക്സ് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി. ഞാൻ എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, അപ്പോൾ നമ്മളിത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോം 15G നമ്മൾ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ബാങ്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് കട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ നമ്മളിത് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു PDF എഡിറ്ററാണ് എടുക്കുന്നത്, SCGDA ഈ ഒരു PDF എഡിറ്ററാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു PDF ഫയൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് ബാങ്കിലൊക്കെ കൊടുക്കേണ്ട ആളുകൾക്ക് ഇത് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന കേസിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇതിൽ 1-2 കാര്യങ്ങൾ ഇച്ചിരി ട്രിക്കിയാണ്, നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു PDF എഡിറ്ററിൽ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്ട്, ഇമേജ് ആഡ് ചെയ്യാണ്ട്, നമ്മുടെ സൈൻ ഇട്ട് കൊടുക്കാം, അതേപോലെ എന്തെങ്കിലും ഷേപ്സ്, ടിക്ക് മാർക്കോ ഒക്കെ കൊടുക്കാൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ടെക്സ്റ്റ് മാർക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ നെയിം ഓഫ് അസസി എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണ് ഫയൽ ചെയ്യാൻ കൊടുക്കുന്നത് അത് നമ്മുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. നമുക്കതിൻ്റെ തൊട്ട് താഴെ അവിടെ കാണാം T എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് ചെറുതാക്കാം, വലുതാക്കാം. ഇത് ഞാൻ 1-2 കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, നമുക്കിത് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ അറിയാം ബൈ മിസ്റ്റേക്ക് നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ. ഇനി നമ്മുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് സൈസ് കൂട്ടാം, ഫോണ്ടിൻ്റെ കളറ് മാറ്റാം, അതുപോലെ ഫോണ്ടിൻ്റെ ഇത് മാറ്റാം. നമുക്ക് ഏത് ഫോണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഫോണ്ട് മാറ്റണം, നമുക്ക് ചില ഭാഗങ്ങളിൽ നമുക്ക് അതിൻ്റെ സ്പേസ് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോണ്ട് നമുക്ക് ഇതിനനുസരിച്ച് ഇതേപോലെ മാറ്റി കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഡിഫോൾട്ട് ഫോണ്ട് കളർ വരുന്നത് ബ്ലൂ ആണ്. വേണമെങ്കിൽ നമുക്കത് ഇതേപോലെ കളർ ഷെയ്ഡ് ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂവോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി ഇവിടെ നമ്മുടെ സ്റ്റാറ്റസ് എന്നാണ് ചോദിക്കുന്നത്. സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഇൻഡിവിജ്വൽ എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് പ്രീവിയസ് ഇയർ PY എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് ആ ഫിനാൻഷ്യൽ ഇയർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് April 1 മുതൽ നെക്സ്റ്റ് ഇയർ March 31 വരെയാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ PY പ്രീവിയസ് ഇയർ ഞാനിപ്പോൾ 2024 ഇത് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് 2024-25 എന്നുള്ളതാണ് എൻ്റെ PY എന്ന് വരിക. അതേപോലെ അതിൻ്റെ എൻഡിങ് ഡേറ്റ് ഇതൊക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട്, അതാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഏത് സമയത്താണ് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ 2024-25 കൊടുക്കാം. അതുപോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നാണ് അടുത്തത്. നമ്മൾ റെസിഡൻറ്റ്, നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ റെസിഡൻ്റ് എന്ന് കൊടുക്കാം. ബാക്കി നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വരിക. ഇനി നമുക്ക് വെദർ അസസ്ഡ് ടു ടാക്സ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് 1961 എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ മുൻ വർഷങ്ങളിൽ ടാക്സ് ITR ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് യെസ് ഓർ നോ എന്നാണ്, നമുക്കവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഫോംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്ക് മാർക്കിൻ്റെ സിമ്പിൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മുൻ വർഷങ്ങളിൽ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ ഫയൽ ചെയ്യുന്നതിന് തൊട്ട് മുൻപേ 6 വർഷങ്ങളിൽ നമ്മൾ ITR ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യെസ് കൊടുക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ യെസ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഏത് വർഷമാണ് നമ്മൾ ITR ഫയൽ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ആ വർഷം നിങ്ങൾ താഴെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും കൊടുക്കുന്ന ആളുകൾ അങ്ങനെ കൊടുക്കുക, കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൊടുത്ത വർഷം ഒന്ന് ഫില്ല് ചെയ്യാം. കഴിഞ്ഞ വർഷം കൊടുത്തു എന്നാണ് ഫില്ല് ചെയ്യുന്നത്.
അസസ്മെൻറ്റ് ഇയർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് നേരത്തെ കാണിച്ചത്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയറും അസസ്മെൻറ്റ് ഇയറും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി എസ്റ്റിമേറ്റഡ് ഇൻകം ഫോർ വിച്ച് ദ ഡിക്ലറേഷൻ ഈസ് മെയ്ഡ്, അതായത് നമ്മൾ എത്ര രൂപയുടെ ഇൻകമാണ് നമുക്കിപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മളിപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വർഷം ഇത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ PF നിന്ന് വിഡ്രോ ചെയ്യുന്ന കേസാണെങ്കിൽ നമ്മൾ എംപ്ലോയി ഷെയറും എംപ്ലോയർ ഷെയറും കൂടി ചേർത്താണ് നമ്മൾ ആദ്യം വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ടിൻ്റെയും തുക ടോട്ടൽ എമൗണ്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് എത്ര രൂപയാണോ നമ്മൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ എമൗണ്ടാണ് നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു എമൗണ്ടാണ് കൊടുക്കുന്നത്. 87,141 രൂപയാണ് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തത് 17ാമത്തെ എസ്റ്റിമേറ്റഡ് ടോട്ടൽ ഇൻകം പ്രീവിയസ് ഇയർ, അതായത് നമ്മൾ ഈ വർഷം നമ്മൾ ഈ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇൻകം കൂടാതെ വേറെ ഏതെങ്കിലും ഇൻകം നമുക്ക് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. നമ്മൾ ഇപ്പോൾ ഒരു സാലറി എല്ലാം കിട്ടുന്ന ആളാണെങ്കിൽ നമുക്ക് സാലറിഡ് ഇൻകം ഉണ്ടായിരിക്കും. നമുക്ക് ഒരു 30,000 രൂപ ഒരു മാസം സാലറി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഒരു വർഷം നമുക്ക് എത്ര കാൽക്കുലേറ്റ് ചെയ്യാം? 30,000 × 12 ഗുണിക്കുമ്പോൾ നമുക്ക് 3.6 ആണ് നമ്മുടെ ആ ഒരു വർഷത്തെ എമൗണ്ട് നമുക്ക് ഇൻകം എന്ന് പറയും. അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ഈ PF നിന്ന് കിട്ടുന്ന ഈ എമൗണ്ടും കൂടി കൊടുത്ത് ആ ടോട്ടൽ എമൗണ്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് വേറെ ഇൻകം ഇല്ലെങ്കിൽ നിങ്ങൾ അതന്നെ ആഡ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് പെൻഷനോ അങ്ങനെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എമൗണ്ട് കൂടി ചേർത്ത് ആഡ് ചെയ്യാം. ഇനി ഇതിന് മുൻപേ നമ്മൾ ഫോം 15G ഇതുപോലെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ എത്ര തവണ എന്നുള്ളത് അവിടെ കൊടുക്കുക. അപ്പോൾ ആ എത്ര തവണ കൊടുത്തുള്ള ആ എമൗണ്ട് അവിടെ കൊടുക്കുക. അപ്പോൾ ഇതിന് മുമ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് അപ്ലിക്കബിൾ ആണ്, നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളിടത്ത് നമ്മളിപ്പോൾ അത് PF വിഡ്രോവൽ ആയതുകൊണ്ട് നമ്മുടെ UN നമ്പർ കൊടുക്കുന്നുണ്ട്. അതേപോലെ നാച്ചർ ഓഫ് ഇൻകം എന്നുള്ളത് PF വിഡ്രോവൽ കൊടുക്കുന്നുണ്ട്. ഇനി അത് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സെക്ഷൻ 192 സബ്സെക്ഷൻ A എന്നാണ്. അപ്പോൾ ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ ഇട്ട ആളുകളാണെന്നെങ്കിൽ ഇവിടെ FDയുടെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ കൊടുക്കുക. നാച്ചർ ഓഫ് ഇൻകം എന്നുള്ളത് ഫിക്സഡ് ഡിപ്പോസിറ്റ് കൊടുക്കുക. സെക്ഷൻ 80TTB-A ആണെന്ന് കൊടുക്കാൻ നമുക്ക് 60 വയസ്സിൽ താഴെയുള്ള ആളുകളാണെങ്കിൽ 80TTB-B എന്ന് കൊടുക്കാൻ നമുക്ക് 60 വയസ്സിന് മുകളിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ ടോട്ടൽ എമൗണ്ടും കൂടെ അവിടെ എഴുതാം. നമുക്ക് എത്ര രൂപയാണ് ക്ലെയിം ചെയ്യുന്ന ആ എമൗണ്ട് എഴുതാം. ഇനി നമുക്ക് സിഗ്നേച്ചർ ഓഫ് ദ ഡിക്ലറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സിഗ്നേച്ചർ നമ്മുടെ പേര് എഴുതാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ മുകളിൽ സൈൻ എന്ന് കൊടുത്തിട്ട് ന്യൂ സിഗ്നേച്ചർ കൊടുത്തിട്ട് നമുക്കൊരു ഫോട്ടോ നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഉണ്ടെങ്കിൽ സിഗ്നേച്ചറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മൾ സിഗ്നേച്ചർ പെന്നുകൊണ്ട് സിഗ്നേച്ചർ ഇടുന്ന അതേ രീതിയിൽ നമുക്ക് സിഗ്നേച്ചറും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊണ്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് തൊട്ട് താഴേക്ക് വരാം. നമ്മുടെ ഡിക്ലറേഷനാണ് നെക്സ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പേര്, ഫസ്റ്റ് നമ്മുടെ പേര് ഫില്ല് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൽ ബാക്കി കാര്യങ്ങൾ നമ്മുടെ പ്രീവിയസ് ഇയർ എൻഡിങ് എന്നാണ്, അതേപോലെ അസസ്മെൻറ്റ് ഇയർ എന്നാണ്, പ്രീവിയസ് ഇയർ എൻഡിങ് എന്നാണ്, അസസ്മെൻറ്റ് ഇയർ, അങ്ങനെ 2 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചത് നോക്കുക. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 2024 ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 24-25 ആയിരിക്കും. ഈ പ്രീവിയസ് ഇയർ എൻഡിങ് എന്ന് പറയുന്നത് 31 മാർച്ച് ആയിരിക്കും. അതിൻ്റെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2025-2026 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് വർഷമാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് നോക്കുക. അതനുസരിച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതേപോലെ നോക്കി എഴുതാൻ നോക്കുക, തെറ്റാണ്ട് എഴുതാൻ നോക്കണം. അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാർട്ടായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് വർഷമാണെങ്കിലും നിങ്ങൾ അതേപോലെ നോക്കി എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴെ 1-2 പോർഷൻ കൂടി ഫില്ല് ചെയ്യാണ്ട് അതും കൂടി ചെയ്യാനുള്ളൂ. നമ്മൾ പ്ലേസ്, ഡേറ്റ്, വീണ്ടും നമ്മുടെ പേര്, അതുപോലെ തന്നെ സിഗ്നേച്ചർ നമുക്ക് നേരത്തെ കാണിച്ച പോലെ നമുക്ക് സിഗ്നേച്ചറും കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു PDF ഫോം നമുക്ക് ഫൈനലി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ലോഗിൻ ചെയ്യുക അങ്ങനെ ഇഷ്യൂസുകളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഈ തൊട്ട് താഴെ കണ്ടില്ലേ നിങ്ങൾ അപ്ലൈ ചേഞ്ചസ് എന്ന് കണ്ടില്ലേ, ഈ അപ്ലൈ ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് സേവ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിക്കും. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതാണ്. ഇത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ ബാങ്കിൽ നമുക്ക് പലിശയെല്ലാം കിട്ടുന്ന സമയത്ത് അത് TDS ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, അത് വെച്ച് ഡൗൺലോഡ് ചെയ്താൽ മതി. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഫില്ല് ചെയ്ത ഫോം ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസിന് വേണ്ടി നമ്മുടെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.
താങ്ക്സ് ഫോർ വാച്ചിങ്.